ശ്രദ്ധയെ അല്പസമയം കൂടെ ഞങ്ങൾ ക്ഷണിക്കുന്നു. സ്കൂൾ വിട്ട് അതുപോലെ തന്നെ ജോലി കഴിഞ്ഞുമൊക്കെ തിരക്കുകളുടെ ഇടയിൽ വാഹനങ്ങൾ കാത്തും ഒക്കെ നിൽക്കുന്ന ജോലി സ്ഥലങ്ങളിലുമൊക്കെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഏവരുടെയും ശ്രദ്ധയെ അല്പസമയം കൂടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഈ കോട്ടയത്ത് പല സ്ഥലങ്ങളിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ സന്ദേശം നൽകി സമാപന സന്ദേശമായി ഇവിടെ കടന്നു വന്നു നിൽപ്പാൻ ഞങ്ങളെ ഇടയാക്കിയത്, അതിൻ്റെ വികാരമെന്ന് പറയുന്നത്, നമുക്കറിയാം, പത്രമാധ്യമങ്ങൾ നമ്മൾ കാണുമ്പോൾ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം നിമിത്തം എത്രയോ കുടുംബങ്ങൾ നാശത്തിലേക്ക്, എത്രയോ കുടുംബങ്ങൾ അനാഥത്വത്തിലേക്ക്, എത്രയോ കുഞ്ഞുങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ മുഖാന്തരം ആത്മഹത്യയുടെ വക്കിലേക്ക് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിന് ഒരു വിരാമമിടുവാൻ എല്ലാ സമൂഹത്തിലുള്ള സകലരും ഒരുപോലെ കഴിഞ്ഞ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇന്ന് ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, അല്പനേരത്തെ സന്തോഷത്തിനും അല്പനേരത്തെ സുഖത്തിനും അല്ലെങ്കിൽ ഒരു സമാധാനത്തിനും വേണ്ടിയൊക്കെ ആയിരിക്കാം നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. ഈ മദ്യമോ മയക്കമരുന്നോ അല്പനേരം ബുദ്ധിമണ്ഡലത്തെ ഒരു മന്ദഭവിക്കുന്ന അനുഭവത്തിലേക്ക്, ഒരു ആനന്ദത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ദുഃഖം മറയ്ക്കാനായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. കൂട്ടുകാരുടെ കൂടെ അല്പനേരം സന്തോഷിക്കാനായിരിക്കാം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, ഈ ലഹരി പദാർത്ഥങ്ങൾ നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുകയും അതുമാത്രമല്ല നിങ്ങളുടെ കുടുംബജീവിതത്തെ താറുമാറാക്കുന്നു, നിങ്ങളുടെ സ്നേഹബന്ധങ്ങളെ താറുമാറാക്കുന്നു, സമൂഹത്തിൽ നിങ്ങളെ ഒരു നിന്ദാപാത്രമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി പദാർത്ഥം എന്ന് പറയുന്നത്. അല്പനേരം നിങ്ങളുടെ ബുദ്ധിമണ്ഡലത്തെ മറച്ചുകൊണ്ട് നിങ്ങളെ നിങ്ങളല്ലാതാക്കി മാറ്റുന്ന ഒരു വിപത്താണ്, തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് ലഹരി പദാർത്ഥങ്ങൾ എന്ന് പറയുന്നത്. എന്തിന് ലഹരി എന്ന് പറയുമ്പോൾ മദ്യത്തെയും മയക്കമരുന്നിനെയും മാത്രം നമുക്ക് ഊന്നി പറയാൻ കഴിയില്ല. ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗം എത്രയോ തലമുറകളെ ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് നമ്മൾ ഭവനങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പൻ, അമ്മമാർ, സഹോദരങ്ങൾ, കുഞ്ഞുങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധത്തെ ഇന്ന് ദൃഢമായി കാണുവാൻ കഴിയുന്നില്ല. അപ്പനും അമ്മയും തമ്മിൽ പോലും അടുത്ത് സംസാരിക്കുവാൻ കഴിയാത്ത, കുഞ്ഞുങ്ങളോട് ഒന്നടുത്തിടപെടുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത്. കാരണം നൂതന സംവിധാനങ്ങളൊക്കെ ഒത്തിരി വളർന്നു പന്തലിച്ച് വിരൽത്തുമ്പിൽ നമ്മുടെ കൈകളിൽ ഇട്ടിരിക്കുന്ന മൊബൈലിനകത്ത് ഏറ്റവും നമ്മൾ സമയം ചെലവഴിക്കുന്നത് അതിനകത്തല്ലേ. അല്പനേരത്തെ ഒരു രസത്തിന് വേണ്ടി ഗെയിമുകൾ കളിച്ചു തുടങ്ങി. എന്തിന്? നമുക്കറിയാം, നമ്മുടെ എത്രയോ കുഞ്ഞുങ്ങൾ ആ ഗെയിമുകൾ മുഖാന്തരം ആത്മഹത്യ ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ്റർനെറ്റിനകത്തും ഒരു ലഹരി പോലെ കുടുങ്ങിക്കിടക്കുന്ന എത്രയോ പിതാക്കന്മാർ, എത്രയോ മാതാപിതാക്കൾ, എത്രയോ തലമുറകൾ ഇന്നുണ്ട്. എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, ഇതിൽ നിന്നെല്ലാം നമ്മൾ പുറത്തു വരേണ്ടത് ആവശ്യമാണ്. അതിന് ഞങ്ങൾ പറയുന്ന ഒരു വാക്കുണ്ട്, മറ്റൊരുത്തരുടെ രക്ഷയില്ല, നാം രക്ഷ പ്രാപിക്കുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ യേശുക്രിസ്തുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് ഞങ്ങൾ പറയുവാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ലഹരി പദാർത്ഥങ്ങളുടെ അമിത ഉപയോഗത്താൽ ജീവിതത്തിൽ അസ്തമിച്ചു എന്ന് ചിന്തിച്ചിരുന്ന നാളുകളിൽ ഒരു നല്ല സ്നേഹിതനാകുന്ന യേശുക്രിസ്തുവിൻ്റെ നിത്യസ്നേഹമാണ് ഞങ്ങൾ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കുവാൻ ഇടയാക്കി തീർത്തത്. ലഹരി പദാർത്ഥങ്ങൾ പലതും ഉപയോഗിച്ചിരുന്നവരാണ് ഞങ്ങളിൽ പലരും. എന്നാൽ അതിൽ നിന്ന് മോചനം തന്നത് ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല, യേശുക്രിസ്തു എന്ന നല്ല സ്നേഹിതൻ ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നതാണ്. എന്നെ കേൾക്കുന്ന കുഞ്ഞെ, ലഹരി പദാർത്ഥങ്ങൾ അല്പനേരം നിനക്ക് രസം തരുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ നിന്റെ കൂടെ ഇന്ന് കൂടാൻ ഒത്തിരി പേരുണ്ടായിരിക്കാം, അല്പം പണം നിനക്ക് നൽകുന്നുണ്ടായിരിക്കാം, അല്പം രസം നിനക്ക് നൽകുന്നുണ്ടായിരിക്കാം. എന്നാൽ നിന്റെ ശരീരത്തെയും നിന്റെ കുടുംബത്തെയും താങ്കളുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന ഒന്നാണ് ലഹരി പദാർത്ഥം. കേട്ടോ, സമൂഹത്തിൽ നിന്നെ അകറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് ലഹരി പദാർത്ഥം. അതുകൊണ്ട് അതിൽ നിന്ന് പുറത്തു വരുവാൻ ഇന്ന് ഞങ്ങൾ ആഹ്വാനം ചെയ്യുക. നിങ്ങൾ അതിനെ ഉപേക്ഷിക്കുവാൻ ഇടയായിത്തീരണം. എന്തെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മാതാപിതാക്കൾ സ്നേഹത്തോടെ, സ്നേഹവാത്സല്യത്തോടെ കഷ്ടപ്പെട്ട് രാപകൽ പണിയെടുത്ത് അവർ നിങ്ങളെ പഠിക്കുവാനായി സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ അയക്കുന്നു. എന്നാൽ പലപ്പോഴും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, അല്പനേരത്തെ സന്തോഷത്തിന് വേണ്ടി ആ മാതാപിതാക്കളെ മറന്ന് ഇതര ബന്ധങ്ങളിലും ലഹരി പദാർത്ഥങ്ങളിലുമൊക്കെ നിങ്ങൾ തകരുമ്പോൾ നിങ്ങളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒരാത്മഹത്യയുടെ വക്കിൽ അത് ഒടുങ്ങുന്നതിന് മുമ്പ് ഈ സന്ദേശം നിങ്ങൾ കേട്ട് അതിൽ നിന്നൊന്ന് മനം തിരിയുവാൻ ഇന്ന് പകൽ ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇതൊരു മതപ്രസംഗമല്ല എന്ന് ഞങ്ങൾ മുന്നമേ പറഞ്ഞല്ലോ, ഇതൊരു മാനസാന്തരത്തിൻ്റെ പ്രസംഗമാണ്.
മതത്തെ ആളെ കൂട്ടുവാനോ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ഒരു സന്ദേശമോ ഒന്നുമല്ല കേട്ടോ. ഇതൊരു മാനസാന്തരത്തിൻ്റെ പ്രസംഗമാണ്. നിങ്ങൾ കേൾക്കുമ്പോൾ ഇന്ന് ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു മാനസാന്തരം ഉണ്ടാകണം. ഈ പാപപരികളിൽ നിന്ന്, ഈ ലഹരി പദാർത്ഥങ്ങളിൽ നിന്ന്, അരുതാത്ത കൂട്ടുകെട്ടിൽ നിന്ന്, ഇൻ്റർനെറ്റിൻ്റെ അമിത ഉപയോഗത്തിൽ നിന്ന് ഒക്കെ നിങ്ങൾ പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾ സമൂഹങ്ങളിൽ ഒറ്റപ്പെടാതിരിക്കുവാൻ, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകാതിരിക്കുവാൻ, നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളൊരു നല്ല മകനായി നല്ല മകളായി മാറുവാൻ, താങ്കൾ കുടുംബത്തിനൊരു നല്ല ഭർത്താവായി നല്ലൊരു കുടുംബിനിയായി മാറുവാൻ, ലഹരി പദാർത്ഥങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റിൻ്റെ ചതിക്കുഴികളിൽ നിന്നും പുറത്തു വരേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദേശം നിങ്ങൾ അല്പസമയം ശ്രദ്ധിക്കുന്നത് അനിവാര്യമാണ്. അതുകൊണ്ട് ഞാൻ വിളിച്ചു പറയട്ടെ, ഞങ്ങളുടെ കുടുംബത്തിലും കുടുംബജീവിതത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഒക്കെ സന്തോഷവും സമാധാനവും ഉണ്ടായത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, സത്യവചനം ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, യേശുക്രിസ്തുവിൻ്റെ നിത്യ സ്നേഹം ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്നപ്പോൾ, ഞങ്ങളുടെ ഹൃദയത്തിനകത്ത് വന്ന മാറ്റമാണ് ഞങ്ങൾ ഇന്ന് പ്രസംഗിക്കുവാനിടയായി തീരുന്നത്. യേശുക്രിസ്തു ഒരു മതത്തിൻ്റെയും വാഗ്മിയല്ല, ഒരു മതത്തിൻ്റെയും സ്ഥാപകനല്ല, ലോകരക്ഷകനാണ്. ഏത് പാപത്തിൽ നിന്നും, ഏത് ശാപത്തിൽ നിന്നും, ഏത് രോഗത്തിൽ നിന്നും, ഏത് പ്രതിസന്ധിക്കകത്തു നിന്നും, ഏത് കൂട്ടുകെട്ടിനകത്തു നിന്നും, ഏത് ലഹരി പദാർത്ഥത്തിൻ്റെ അടിമത്തത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ഒരു ശക്തനായ ദൈവമാണ് യേശുക്രിസ്തു എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിലായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട്, യേശുവേ, ഇന്ന് ഞാനായിരിക്കുന്ന മണ്ഡലത്തിൽ നിന്ന്, പാപവഴികളിൽ നിന്ന് എനിക്ക് പുറത്തു വരണമെന്ന് ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരണമേ എന്ന് ഹൃദയം കൊണ്ട് യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട്, വാഗൊണ്ടെന്ന് ഏറ്റുപറഞ്ഞ് നിങ്ങളുടെ പാപവഴികളെ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ, ഇന്ന് യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങൾക്ക് രക്ഷ തരുവാൻ മതിയായ ദൈവമാണ്. ഞാൻ വിളിച്ചു പറയട്ടെ, മറ്റൊരുത്തിനും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. ഈ നമ്മൾ ഇത്രയോ ആത്മഹത്യകൾ ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങൾ കാണുമ്പോൾ കണ്ടുവരുന്നു. ആത്മഹത്യകൾ വർദ്ധിച്ചു വരുമല്ലേ. ഞാൻ ചെന്നിത്തലയിലാണ് പാർക്കുന്നത്. ചെന്നിത്തലയിൽ ആ സമീപ പ്രദേശത്ത് ചെറുപ്പക്കാരായ 2 പേർ കുടുംബ പ്രശ്നം മൂലം ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. 2 മാസത്തിനകം നടന്ന ആത്മഹത്യ കുടുംബത്തിനകത്തെ നിസ്സാര പ്രശ്നങ്ങൾ മുഖാന്തരം ആത്മഹത്യ ചെയ്യുവാനിടയായി തീർന്നു. എത്രയോ കുഞ്ഞുങ്ങളാണ് ആത്മഹത്യ ചെയ്യുന്നത്. അല്പനേരത്തെ സന്തോഷം നഷ്ടപ്പെടുമ്പോൾ കടബാധ്യത മൂലമോ അല്ലെങ്കിൽ സമാധാനമില്ലാതെയോ നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത് എന്ന് ഞങ്ങൾ ഉറക്കെ വിളിച്ചു പറയുക. ആത്മഹത്യ ചെയ്താൽ ഒരു ഒളിച്ചോട്ടം മാത്രമാ. ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറം മരണാനന്തരം ഒരു ജീവിതമുണ്ട്. ഒന്നെങ്കിൽ നരകം, അല്ലെങ്കിൽ സ്വർഗം. ഇത് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. സ്വർഗം എന്ന് പറയുന്നത് രോഗമില്ലാത്ത, വേദനയില്ലാത്ത, കഷ്ടതകളില്ലാത്ത ഒരു നല്ല നിത്യതയാണ്. യേശുക്രിസ്തു ഒരുക്കിയിരിക്കുന്ന ആ നിത്യരക്ഷയിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ, നിത്യതയിൽ എത്തിച്ചേരണമെങ്കിൽ, ഈ മരണത്തിനപ്പുറമുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ എത്തിച്ചേരണമെങ്കിൽ എന്തു ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുവാനിടയായി തീരണം. ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ താണഭൂമിയിലേക്ക് യേശു ക്രിസ്തു വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല, മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ താണഭൂമിയിലേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന താങ്കളുടെ ഈ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, രോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി, ശാപത്തിന്റെയും പാപത്തിന്റെയും എല്ലാം വിടുതലിന് വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. ആ യേശു ക്രിസ്തുവിൽ നിങ്ങളൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ, യേശുവേ, എൻ്റെ പാപത്തിന് പരിഹാരകനായി, എൻ്റെ രോഗത്തിന് ഉദ്ധാരണം തന്ന്, എൻ്റെ ശരീരത്തിന് വിടുതൽ തന്ന്, എൻ്റെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും തന്ന്, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ഹൃദയത്തിലേക്കൊന്ന് ഇറങ്ങി വരണമെന്ന് താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, ആ നിൽപ്പിലായിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്നുകൊണ്ട് ഒന്ന് പ്രാർത്ഥിപ്പാൻ തയ്യാറായാൽ, യേശു ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് സന്തോഷവും സമാധാനവും നൽകുവാൻ മതിയായ ദൈവമാകയാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾ വിളിച്ചു പറയട്ടെ, നിങ്ങൾക്ക് ആ ഹൃദയത്തെ ഒന്ന് യേശുവിന് വേണ്ടി വിട്ടുകൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങളുടെ ഏത് പ്രതിസന്ധിക്കും പരിഹാരം തരുവാൻ യേശു മതിയായ ദൈവമാണെന്ന് ഉറച്ചു വിളിച്ചു പറയുന്നതിന് കാരണമെന്തെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു. ഈ നിൽക്കുന്ന ചെറുപ്പക്കാരും ഞങ്ങളിൽ പലരും സമാധാനം നഷ്ടപ്പെട്ടവരായിരുന്നു. ഞങ്ങളിൽ പലരും മാറാ രോഗങ്ങൾ, പലവിധമായ പ്രശ്നത്തിനകത്ത് അകപ്പെട്ടവരായിരുന്നു. ഞങ്ങൾ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കാൻ കാരണം, ഞങ്ങളുടെ രോഗങ്ങളെ അവൻ സൗഖ്യമാക്കി, ഞങ്ങളുടെ പാപങ്ങൾക്ക് അവൻ പരിഹാരകനായി തീർന്ന് ഞങ്ങളെ വിടുവിക്കുവാനിടയായി തീർന്നത് കൊണ്ടാണ് ഇന്ന് പകൽ ഈ ശബ്ദപരിധിയിൽ നിന്ന് ഞങ്ങൾ വിളിച്ചു പറയുവാനിടയായി തീർന്നത്. എന്നെ കേൾക്കുന്ന സ്നേഹിത, ഏതെല്ലാം പ്രതിസന്ധിക്കകത്ത് താങ്കൾ അകപ്പെട്ട് കിടക്കുകയാണെങ്കിലും, അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ആരുമില്ലെങ്കിലും, ഒരു നല്ല വാക്ക് പറയുവാൻ പോലും ആരുമില്ലെങ്കിലും, ഇന്ന് വിളിച്ചു പറയട്ടെ, താങ്കൾക്ക് സൗഖ്യവും സമാധാനവും സന്തോഷവും സമൃദ്ധിയും നൽകുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. ഏത് പ്രതിസന്ധിയിൽ നിന്നും താങ്കളെ വിടുവിക്കുവാൻ യേശു ക്രിസ്തുവിന് കഴിയും. അതിന് ഞങ്ങൾ സാക്ഷികളാണ്.
അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഒന്ന് വിട്ടുകൊടുക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളിവിടെ ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കുഞ്ഞേ, നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് യേശുവിന് വിട്ടുകൊടുത്ത് കുടുംബത്തിലും കുടുംബജീവിതത്തിലും സന്തോഷവും സമാധാനവും അനുഭവിക്കുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ പട്ടണത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവം ഈ പട്ടണത്തെ കാക്കുമാറാകട്ടെ. ഈ വൈകിയ സമയം നമ്മെ കേൾപ്പിച്ച നല്ല ദൈവവചന ചിന്തകൾ